ഹായ്, നമുക്കിന്നൊരു ബ്രെഡ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ 100 ഗ്രാം ബട്ടറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നല്ല ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ഞാൻ വിസ്ക് വെച്ച് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്ത് കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് എടുക്കണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് മാറുമ്പോഴേക്കും നമുക്ക് നിർത്താം. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ജാമൊക്കെ പുരട്ടത്തില്ലേ, അതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പുരട്ടി ആ ബ്രെഡിൻ്റെ പുറത്ത് വേറെ ബ്രെഡും കൂടി വെക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണേ. നമുക്കിത് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്, കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വല്ലപ്പോഴും കൊടുക്കാം. ഞാൻ രണ്ടാമത്തെ സ്ലൈസ് ചെയ്തപ്പോൾ അതിൽ ഒരു ചീസ് സ്ലൈസും കൂടി വെച്ച് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ചീസ് വെച്ചത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ചീസിൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടോന്ന് ഞാൻ പറയൂ കേട്ടോ. ഞാനിതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ്ലി എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ ബട്ടർ എടുത്തപ്പോൾ എനിക്ക് 4 സെറ്റ് ബ്രെഡ് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ. ചീസ് വെച്ചിട്ടും ബാക്കി ചീസ് ഇല്ലാതെ. പിന്നെ നമ്മൾ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കണം കേട്ടോ. പക്ഷേ അത് ബ്രെഡിൽ പിന്നെയും ബട്ടർ ചേർത്ത് ചൂടാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബട്ടർ ബ്രഷ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആഡ് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. ഓക്കെ.